ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം അഞ്ചാലുമൂട്ടിലുള്ള പ്രാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൈരളി ഫാംസിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പൂവൻ കോഴി കുഞ്ഞുങ്ങൾ ഉണ്ട്. ഇത് ഗ്രാമശ്രീയുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങളാണ്. ഗ്രാമശ്രീയുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങൾ ഏകദേശം 1 കിലോയോളം ഭാരം ഉണ്ടാകുന്ന 1 കിലോയോളം വെയിറ്റ് ഉണ്ടായിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിൽ തന്നെ പിടക്കോഴി കുഞ്ഞുങ്ങളും ഉണ്ട്. കൂടുതലും പൂവൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിനു മുമ്പിട്ട് ഈ ഒരു ഫാംസിൽ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫേസ്ബുക്കിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനാണെങ്കിൽ ഇവിടെ ഒരു മുട്ട വിരിയിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓസ്ട്രിച്ചിൻ്റെ. അപ്പോൾ അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഗ്രാമശ്രീയുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ പിടക്കോഴി കുഞ്ഞുങ്ങളുമായി കാണുന്നത്. ഇതാ ഇനി ഇവിടെ ഉള്ള കുറച്ച് മറ്റ് കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇത് സാസ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 1 മാസത്തോളം പ്രായമായിട്ടുള്ള സാസ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇനി വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട്, കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ. കൂടുതൽ ഡിമാൻഡുള്ളതാണ്. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഇനമാണ്. നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെയുള്ള ഒരു ഇനമാണ് കൈരളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈരളിയുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഫാമിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ കോഴിയെ വളർത്തി തുടങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഇനമാണ് കൈരളി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഗ്രാമശ്രീ ഉണ്ടല്ലോ, ഗ്രാമശ്രീ നമുക്ക് ഒരു വർഷത്തിൽ ഏകദേശം 280ഓളം മുട്ട കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രാമശ്രീ. അപ്പോൾ ഇതും അതേപോലെയൊക്കെ തന്നെ നമുക്ക് നല്ല ഒരു ഉൽപ്പാദനം തരുന്നതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുമെന്നുള്ളതാണ്. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലായിട്ടുള്ളൊരു ഇനമായി കൈരളി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുട്ടകളുണ്ടെങ്കിൽ അത് ഈ ഒരു ഫാമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമുക്കത് വിരിയിച്ച് തരും. ഇവരുടെ ഹാച്ചറിയിൽ വെച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് വിരിയിച്ച് തരും. കോഴിമുട്ടയോ താറാമുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ കാടമുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിരിയിച്ച് തരും. അതിന് ചെറിയ ഫീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് സേവായിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇവിടെയുള്ള ബിഗോവ താറാവിനെ കാണിച്ചു തരാം. ഇത് കാടക്കുഞ്ഞുങ്ങളാണേ. കാടക്കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. ചെറിയ കാടക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ചെറുതല്ല, ഇത് ഏകദേശം മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളതല്ലേ, മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളായത്. അപ്പോൾ ഇനി ഇവിടുത്തെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ബിഗോവ താറാവിനെ കൂടെ കാണിച്ചു തരാം. ഇത് ഏകദേശം 1 മാസം പ്രായമായിട്ടുള്ള ബിഗോവ താറാവാണേ. കുഞ്ഞ് അപ്പോൾ ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇനത്തിൽപ്പെട്ട കോഴികളെയും താറാവിനെയും ഒക്കെ വാങ്ങാനായിട്ട് പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ അഞ്ചാലുമൂട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററോട് മാറിയിട്ടാണ് പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. അപ്പോൾ ഇത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നല്ല സർവീസൊക്കെയാണ് ഇവിടുന്ന് തരുന്നത്. ഒരുപാട് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. അതേപോലെ ഒരുപാട് ആളുകൾ മുട്ടയൊക്കെ കൊണ്ടുവന്ന് വിരിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം താറാവൊക്കെ ചാടി പോകാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. ഓക്കെ.